ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ സ്റ്റെഫിയും കൂടി സംസാരിക്കുകയാണ്. സ്റ്റെഫി തൻ്റെ കാമുകനോട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഇത്തിരി റൗഡിത്തരക്ക് നിൻ്റെ കയ്യിലുണ്ടെങ്കിലും ഈ ഏറ്റവും വലുത് ആണിൻ്റെ ധൈര്യമാണല്ലോ, അതിലാണ് ഞാൻ വീണു പോയതെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വീട്ടിലോട്ടൊന്നും എത്തി നോക്കാൻ സാധ്യത കുറവാണെന്നൊക്കെ സ്റ്റെഫി പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ആ കിരണിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. കിരൺ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാവർക്കും നല്ല വിഷമായിരിക്കും. അപ്പം അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാതെ ഇതുപോലെ ഒരു വീട്ടിൽ നമുക്ക് ഒന്നിച്ച് താമസിക്കാമെന്നൊക്കെ സ്റ്റെഫിയോട് ഗംഗ പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയെയാണ്. അങ്ങനെ രൂപയാണെങ്കിൽ യാമിനിയോട് പറയുന്നുണ്ട്, യാമിനി അറിയാണ് എന്തൊരു പാവം ചേച്ചിയാണത്, ആ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, കല്യാണി മോളെ ഇത്രയും നോക്കി വലുതാക്കിയ അമ്മയെ പോലെ തന്നെയാണ് മോളും, രണ്ടുപേരും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം രൂപ പറയുന്നുണ്ട്, അതെ ദീപയ്ക്ക് അത് സംഭവിച്ചത് വളരെ വിഷമമുണ്ട്, എന്തായാവോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ചന്ദ്രസേന അവിടേക്ക് വരികയാണ്. അപ്പം എന്തായി ചന്ദ്രേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ല, ഒന്നും പറയാറായിട്ടില്ല, സീരിയസ് ആണില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാലും ലക്ഷ്മി അമ്മയ്ക്ക് കിട്ടേണ്ട കുത്തായിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായില്ലേ എന്നിങ്ങനെ രൂപ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ലക്ഷ്മി അമ്മ അവനെ തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ കല്യാണി മോളും നീ അടക്കം എല്ലാവരും പറഞ്ഞത് ഒരു ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ലെന്നാണ്. ഇപ്പം എന്തായി, നമ്മുടെ എല്ലാവരുടെയും ജീവൻ അവിടെ എടുക്കുകയില്ലേ, ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രസേനൻ പറയുകയാണ്. എന്തായാലും കല്യാണിയും അതുപോലെ ബൈജുവും പിന്നെ നമ്മുടെ പ്രകാശനും ഭയങ്കര ഐസിയുടെ മുന്നിൽ നിന്നിട്ട് നല്ല കരച്ചിലാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശം മോളോട് പറയുന്നുണ്ട്, ഇല്ല മോളെ ഒന്നും സംഭവിക്കില്ല, എനിക്ക് കുത്തേറ്റിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, മോള് വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കിരൺ അവിടേക്ക് ഓടിയെത്തുകയാണ്. അപ്പോഴേക്കും കിരണേട്ട എന്ന് വിളിച്ചുകൊണ്ട് കല്യാണി കിരണിൻ്റെ നെഞ്ചിലോട്ട് വീണ് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത് ശരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു കുത്ത് കിട്ടിയപ്പോൾ, ലക്ഷ്മി അമ്മയെ കുത്താനായിരുന്നു തോന്നുന്നുണ്ട് സംഭവിച്ചത്, പക്ഷെ അത് ദീപേച്ചി മാറി നിന്ന് ആ കുത്തി ഏറ്റുവാങ്ങുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ കിരൺ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഇനി എന്തായാലും അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല, ഗംഗപ്രസാദ് അവനെ ഇനി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള കാര്യമൊക്കെ കിരണും ആ സമയം ഉറപ്പിക്കുന്നുണ്ട്, അവിടെ വെച്ച് പറയുകയും ചെയ്യുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടില്ല മോനെ എന്ന് പറയുകയാണ് പ്രകാശൻ. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഇത്തിരി സീരിയസ് ആണ്, ലിവർ കട്ടായി പോയിട്ടുണ്ട്, അതായത് കുത്തിയിട്ട് പിന്നെ ഇങ്ങനെ പിടിച്ച് ഊരിയപ്പോൾ ലിവറിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ കണ്ടീഷൻ വളരെ മോശമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക, അത്ര ഉറപ്പൊന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കല്യാണി അവിടെ നിന്നും പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണി പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശൻ അമ്പലത്തിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദേവി എൻ്റെ ജീവൻ നീ എടുത്തോ, അവളുടെ ജീവൻ ഇങ്ങോട്ട് തന്നേക്ക്, അവൾക്കൊന്നും സംഭവിക്കില്ല ദേവി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ വീണ്ടും നമ്മുടെ കല്യാണിയും കിരണും ഇങ്ങനെ ഐസിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് ആ 1.25 വെച്ച് ഇങ്ങനെ ഒന്തി വരികയാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ അമ്പലത്തിലെ പ്രസാദമൊക്കെ ഉണ്ട്. എന്നിട്ട് പ്രകാശൻ പറയുകയാണ്, മോളെ ഞാൻ അമ്പലത്തിലോട്ട് പോയിരുന്നു, അമ്മയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പ്രസാദം എടുത്തിട്ട് അവളുടെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ കുടയുന്നുണ്ട് പ്രകാശൻ. എന്താ പറ്റിയത് പ്രകാശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. കൈ കുടയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ബൈജു ചോദിക്കുന്ന സമയത്ത് അതൊന്നുമില്ല, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അത് പിന്നെ അമ്പലത്തിൽ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തു, 3 പ്രാവശ്യം തന്നെ ചെയ്തു, അപ്പോൾ അതിൽ സംഭവിച്ചതാണ്, ഇത് കുഴപ്പമില്ല. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ആരും ഉണ്ടായില്ലല്ലേ സഹായത്തിനായിട്ട് എന്ന് പറയുമ്പോൾ, വേണ്ട മോനെ ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ആരും സഹായത്തിന് വേണ്ട എന്നിങ്ങനെ പ്രകാശം പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്തായാലും ഒന്നും സംഭവിക്കില്ല മോളെ, ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടെ ഐസിയുടെ ഉള്ളിൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡോക്ടർമാർ നിൽക്കുന്നതൊക്കെ കാണിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറുതായിട്ടൊരു ബോധം വന്നിട്ടുണ്ട്, ബോധം വന്ന ഉടനെ തന്നെ മോളെയും മരുമകനെയും മോളുടെ അച്ഛനെയും ഒക്കെയാണ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ആർക്കെങ്കിലും 2 പേർക്ക് കാണണമെങ്കിൽ കാണാം എന്ന് പറയുമ്പോൾ പ്രകാശിന് സന്തോഷമാവാണ്. പ്രകാശൻ പറയുന്നുണ്ട് കല്യാണിയോട്, കേട്ട മോളെ, ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കണ്ടില്ലേ, ദേവി നമ്മളെ കൈവിടില്ല, അവൾക്കൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇനിയൊന്നും സംഭവിക്കില്ലല്ലോ ഡോക്ടർ, ഇനി സമാധാനിക്കാല്ലേ എന്നിങ്ങനെ പ്രകാശൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സമാധാനിക്കാറായിട്ടില്ല, ഇപ്പോൾ ചെറിയ ബോധം വന്നു എന്ന് മാത്രം. പിന്നെ അവരുടെ ആഗ്രഹം, അവർക്ക് സന്തോഷം നൽകുന്ന ആരെങ്കിലും കാണണമെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പ്രകാശനും കല്യാണിയും വളരെയധികം വിഷമിക്കുകയാണ്. അപ്പോൾ ഇല്ല, ഒന്നും സംഭവിക്കില്ല, എനിക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ ആയിരുന്നത്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. ഇല്ല മോളെ, ഒന്നും സംഭവിക്കില്ല, എനിക്ക് അങ്ങനെയൊക്കെ അല്ലേ ആയിരുന്നത്, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നില്ല, മോള് സമാധാനമായിട്ടിരിക്കും. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എന്തായാലും മോളും മോനും ചെന്ന് കയറി കാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശനോട് കിരൺ പറയുന്നുണ്ട്, വേണ്ട അച്ഛനും കല്യാണിയും ചെന്ന് കണ്ടിട്ട് വായു എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, എന്നെ കാണാനാവില്ല, മക്കളെ കാണാനും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകനാണ് നീ, അതുകൊണ്ടാണ് മോനെ കാണാനാണ് അവൾക്ക് ആഗ്രഹം, മോൻ ചെന്ന് കണ്ടിട്ട് വായു എന്ന് പറയുമ്പോൾ, തർക്കിക്കേണ്ട ഞാൻ പിന്നെ പോയി കണ്ടോളാം, അച്ഛനും മോളും കൂടി ചെന്ന് കണ്ടിട്ട് വായു എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ കല്യാണിയും അതുപോലെ പ്രകാശനും കൂടി അകത്തേക്ക് ചെന്ന് അമ്മയെ കാണുകയാണ്. അപ്പോൾ ദീപയാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, മുഖത്ത് മാസ്കൊക്കെ വെച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തൻ്റെ അമ്മയുടെ കൈകൾ അവളിങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ അവളങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ അവർക്ക് 2 പേർക്കും സന്തോഷമാവാണ്. അങ്ങനെ ആ മുഖത്ത് നിന്ന് ദീപ തന്നെ ആ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് പറയുന്നുണ്ട്, മോള് കരയണ്ട, അമ്മയ്ക്കൊന്നുമില്ലടാ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അമ്മയുടെ മോളെ നോക്കാനായിട്ട് സ്വന്തം അച്ഛനുണ്ടല്ലോ, ഇത്രയും നാളും അച്ഛൻ്റെ സ്നേഹം മോൾക്ക് നിഷേധിക്കപ്പെട്ടതാണ്, അച്ഛൻ്റെ സ്നേഹം മോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇങ്ങനെയൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. മോൾക്ക് മോളുടെ അച്ഛനെ തിരികെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ അമ്മയില്ലെങ്കിലും അച്ഛൻ മോളെ നന്നായി നോക്കിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞ് കല്യാണി അങ്ങനെ പൊട്ടിക്കരയുകയാണ്. ദീപ, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പ്രകാശനും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, ഇല്ല പ്രകാശേട്ടാ, എനിക്കെന്തായാലും ഇനി ജീവിതത്തിൽ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ഇനിയിപ്പോൾ സമാധാനത്തോടുകൂടി എനിക്ക് കണ്ണടയ്ക്കാം, എൻ്റെ മോളെ നോക്കിക്കൊള്ളണേ, എൻ്റെ മോളെ ഇനിയൊരു ചെറിയൊരു വാക്കുകൊണ്ട് പോലും എൻ്റെ മോളെ വേദനിപ്പിക്കരുത് കേട്ടോ പ്രകാശേട്ടാ എന്ന് പറയുന്നു. ഇല്ല ദീപ, നീ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യുകയുമില്ല, എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ, പിന്നെ നീ തിരികെ വരും ജീവിതത്തിലോട്ട്, എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നീ വിഷമിക്കാതെ കിടക്ക് എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദീപ വിഷമിക്കുന്നുണ്ട്. എന്തായാലും കല്യാണിയാണെങ്കിൽ അരികിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. കല്യാണിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.